ഹോർമുസ് തുറക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും മറ്റ് മേധാവികളും ഇപ്പോൾ ഇറാനിൽ വെച്ച് വിപുലമായിരിക്കുന്ന ചർച്ച നടത്തുകയാണ്. അതൊരു ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനമായിട്ടല്ല ചർച്ച വരുന്നത്. പകരം സമാധാന അന്തരീക്ഷം മേഖലയിൽ ഇല്ലെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളെയും സാരമായിട്ട് ബാധിക്കും. ഇതിന് കുറച്ചുകൂടി കണിശത വരാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. അഥവാ ചെങ്കടലിൽ അവരുടെ നിലപാടുകൾ, അതായത് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് കണിശമാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന വിവരം പുറത്തു വന്നു. ഇരിക്കുന്നത് ഇറാനിലാണ്. അതുകൊണ്ട് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെയും നിയന്ത്രണ ചരട് ഇറാൻ്റെ കൈവശത്തിലാണ് എന്നതിനാൽ ഇറാനെ ഏറെക്കുറെ ഒരു മയത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിപ്പിക്കുക എന്നുള്ളത് അതൊരു ദൗത്യമായി ഏറ്റെടുക്കണമെന്ന് അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഥവാ ഇങ്ങനെയാണ് പറയുന്നത്: ഹോർമസ് തുറക്കാൻ വേണ്ടി ഇറാനെതിരെയുള്ള ഉപരോധം മൊത്തത്തിൽ പിൻവലിക്കാൻ വേണ്ടി ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം സംഭവം ഉണ്ടായാൽ അങ്ങനെ ആ നിലപാടിലേക്ക് എത്തും എന്നാണ് അതിൻ്റെ സാരാംശം. പാകിസ്ഥാൻ സൈനിക മേധാവിയോടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് നേരിട്ട് കൊണ്ട് ഈ കാര്യം പറഞ്ഞത്. അത് അതീവ രഹസ്യമായ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തത്. എങ്കിലും ഇറാനിലെ ഇർന പത്രമാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിലവിലെ ഭരണാധികാരികളോട് പത്രക്കാർ ചോദിച്ചു എന്നുള്ളതും, ഈ ഒരു നയം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നും ഇർന റിപ്പോർട്ട് ചെയ്തതോടുകൂടി അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് നീങ്ങി. അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ്, ആ വിഷയം ഇതിൽ പ്രധാനമായിരിക്കുന്ന അല്ലെങ്കിൽ ഗൗരവകരമായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. നവംബർ മാസത്തിലാണ് ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഏറെക്കുറെ അതിന് സാമ്യമായിരിക്കുന്ന ഫോർമാലിറ്റി അവിടെ ഉണ്ടാവും. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് വോട്ട് ചെയ്യുന്നത് എങ്കിൽ കൂടി വളരെ പ്രധാനമാണ് അമേരിക്കയുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇടക്കാല തിരഞ്ഞെടുപ്പ്. അഥവാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രസിഡന്റിൻ്റെ നയങ്ങളെയും നിലപാടിനെയും എങ്ങനെ വിലയിരുത്തുന്നു, നിങ്ങൾ അയാൾക്ക് സപ്പോർട്ടാണോ സപ്പോർട്ടല്ലേ, നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. ആ വോട്ടവകാശം വിനിയോഗിക്കുന്ന സമയത്താണ് നമ്മുടെ നിലപാട് പറയുക. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന സമയത്ത് ആര് ജയിക്കണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും, അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് പരാജയപ്പെടും. ഒരു സ്ഥാനാർത്ഥി വിജയിക്കും, മറ്റൊരു സ്ഥാനാർത്ഥി പരാജയപ്പെടും. സമാനമായിരിക്കുന്ന ഒരു രീതി മറ്റൊരു തലത്തിൽ അമേരിക്കയുടെ ഭരണഘടനയിലുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയിൽ അത്ര ഒരു സംഭവം ഇല്ല. അഥവാ പ്രസിഡന്റ് എന്ന നിലക്ക് അയാൾക്ക് സ്വന്തമായിട്ട് ചില അധികാരങ്ങളും അവകാശങ്ങളും ഭരണഘടന നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റിന്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്. ചില യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ, കാരുണ്യപരമായിരിക്കുന്ന സഹായങ്ങൾ, മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടാനുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ, ഇത്തരം ഒരുപാട് പദവികൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വതന്ത്രമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന നൽകുന്നു. എന്നാൽ പരിശോധന വരുന്ന സമയത്ത്, അഥവാ ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നാൽ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഇയാൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. ഈ അധികാരം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ ഇതിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പരാജയപ്പെട്ടാൽ, അതിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നോ അല്ല ഇതിൽ വരുന്നത്. പകരം ഒറ്റയ്ക്ക് വ്യക്തിപരമായ രീതിയിൽ എടുക്കുന്ന തീരുമാനം പിന്നീട് വ്യക്തിപരമായ രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കൻ കോൺഗ്രസിൻ്റെ പിന്തുണ വേണം. അഥവാ ഇപ്പം നടക്കുന്ന യുദ്ധം, ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റയ്ക്ക് നടത്തിയ യുദ്ധമാണ്. അതിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെയോ പാർലമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പിന്തുണയൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലക്ക് അയാളുടെ ഔദ്യോഗികമായിരിക്കുന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ യുദ്ധം. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതിൽ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് സൈനികർ ആ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കണം. ഇപ്പോഴത്തെ യുദ്ധത്തെ ഈ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികർ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ? ഉണ്ട്. അത് 50,000-ലധികം സൈനികർ ഏറെക്കുറെ ഈ അറേബ്യൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെ ഉണ്ട് എന്നതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ വന്നിട്ടില്ല. അത് ഒരു രാജ്യത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന വിഷയമായതുകൊണ്ട് അങ്ങനെ ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതങ്ങനെ അവിടെ നിലനിൽക്കുന്നു. അഥവാ 5000 സൈനികർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു, അബ്രഹാം ലിങ്കൺ കപ്പലിൽ തന്നെ. പിന്നീട് ഓരോരോ അമേരിക്കയുടെ സൈനിക ബേസുള്ള മേഖലകളിലും, അത് ഈ ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും 4 രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്ക് പുറമെ പിന്നീട് ഈജിപ്ത്, ജോർദാൻ, തുർക്കി, സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ വേറെയും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ യുദ്ധത്തെ നിരീക്ഷിച്ചുകൊണ്ട് 100,000-ലധികം അമേരിക്കയുടെ സൈനികർ മേഖലയിൽ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത്, ഒരു ഈ ഹിതപരിശോധന പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ സൈനികരെ ആ തരത്തിൽ എന്തിനാണ് അവിടെ പ്രതിഷ്ഠിച്ചത്, സ്ഥാപിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ അമേരിക്കൻ കോൺഗ്രസിനോട് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അമേരിക്കൻ കോൺഗ്രസ് പറയുകയാണ് ഇപ്പം നിലവിൽ യുദ്ധമൊന്നും വേണ്ട, അവർ തിരിച്ചു പോരട്ടെ എന്ന് പറഞ്ഞാൽ അഭിമാനകരമായിരിക്കുന്ന അസ്തിത്വമൊന്നും പിന്നെ അവിടെ ഇല്ല. അമേരിക്ക തോറ്റുപോകും, അല്ലെങ്കിൽ അമേരിക്ക ലോകത്തിന് മുഴുവൻ നാണക്കേട് വരും, അങ്ങനത്തെ ഒന്നും ഒരു ചർച്ച അവിടെ ഇല്ല. പിൻവലിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയത്തിലെ അവസാനത്തെ ടേമാണിത്. ഇനിയൊരു തിളക്കം അല്ലെങ്കിൽ ഇനി ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ അടഞ്ഞിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലും, അതായത് അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലും വോട്ടർമാർക്കിടയിലും അവരുടെ വോട്ടർമാർക്കിടയിലും എല്ലാം അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ സ്ഥാനം വട്ടപ്പൂജയാണ്. ഇനി അമേരിക്കയെ ഭയപ്പെടുന്ന സൂപ്പർ പവറായിട്ട് നിലനിൽക്കുന്ന ആ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. അമേരിക്ക ഏത് ലോക്കൽ രാജ്യങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാകത്തിൽ സംവിധാനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സർവ്വ മേഖലയിലും അമേരിക്ക നാണം കെട്ടിരിക്കുന്നു. അതിനി ഉയർത്തെഴുന്നേൽപ്പിലൂടെ അസാധ്യമാണ് എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ സർവ്വ മേഖലയിൽ പരാജയപ്പെടുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ആ രാജ്യത്തിലുണ്ട്. വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്ക് അമേരിക്ക ഓരോ ദിവസവും കൂപ്പുകുത്തുകയാണ്. സൈനികർക്ക് പ്രസിഡന്റിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു. സൈനിക മേധാവികൾക്ക് ഭരണാധികാരികൾ വിശ്വാസമില്ലാതായിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത ഒരു ഏച്ചുകെട്ടൽ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി എന്തിനാണ് നമ്മുടെ അഭിമാനവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ സൈനികരെയും ബലി കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ട്രംപിന് ഇപ്പോഴും ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാകുന്ന സമയത്ത് അമേരിക്ക തന്നെ സാമ്പത്തികപരമായി അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്തപ്പോൾ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പറയാം. അത് ഇറാൻ്റെ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കടലിടുക്കാണല്ലോ. തങ്ങൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം, ഇപ്പോൾ തൽക്കാലം അവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാധാന രീതിയിലേക്ക് നീങ്ങാൻ താല്പര്യം കാണിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത്, തങ്ങൾക്കുള്ള ഉപരോധം പിൻവലിക്കാതെ തങ്ങൾ ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഒരു സ്വതന്ത്ര പാതയായിട്ട് അനുവദിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞു. അവിടെയാണ് രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത്. ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം നീക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട ഉപരോധം എന്ന് പറയുന്ന സമയത്ത് ആ മേഖല, പിന്നെ അറബിക്കടലിൽ പ്രത്യേകമായ രീതിയിൽ അമേരിക്ക ബ്ലോക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ്റെ കപ്പൽ പോവുകയാണെങ്കിൽ ആക്രമിക്കാൻ, ആ പ്രവർത്തികളെല്ലാം അവിടെ നിന്ന് ഇല്ലാതാകും. അതോടുകൂടി സ്വതന്ത്രരായിരിക്കുന്ന രാജ്യമായിട്ട് ഇറാൻ മാറുകയും സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അമേരിക്ക ഏതായാലും തോറ്റിരിക്കുന്നു, വീണ്ടും ആ തോൽവി സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.